2019 റിലീസ് ചെയ്തൊരു സിനിമയാണ് വികൃതി. എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മുടെ കൊച്ചി മെട്രോയിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നമ്മൾ യൂട്യൂബ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി രക്ഷപ്പെട്ട ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ സോഷ്യൽ മീഡിയ കാരണം സമൂഹത്തിന്റെ മുന്നിൽ ഒറ്റപ്പെട്ട കുറച്ച് ആളുകളുണ്ട്. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഏതോ ഒരുത്തന് ഒരു ചെവി കേൾക്കാത്ത ഒരാളെ, അതായത് സംസാരിക്കാൻ പറ്റാത്ത ചെവി കേൾക്കാത്ത ഒരാള് ക്ഷീണം കാരണം മെട്രോയുടെ സീറ്റിൽ കിടന്നപ്പോൾ അദ്ദേഹം കള്ളു കുടിച്ച് കിടന്നു എന്ന് പറഞ്ഞ് വീഡിയോ പ്രചരിപ്പിച്ച് അദ്ദേഹം സമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു ആളാക്കി തീർത്ത ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സിനിമ. ഇതുപോലെ തന്നെ നമ്മുടെ വാഴ 2 ഇതേപോലത്തെ ഒരു രംഗമുണ്ട്. അതായത് ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഈ പടക്കം പൊട്ടിക്കുന്ന. മാനസികമായിട്ട് എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തൊരു, ഇപ്പൊ തന്നെ എനിക്ക് അത് പറയുമ്പോൾ സങ്കടം വരും. എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. ആ ആൾക്കാർ പറയണ അവൻ മയക്കുമരുന്നായിരുന്നു, എന്നെ മദ്യപാനിയാക്കുകയും വളരെ മോശമായ രീതിയിലൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദീപാവലി വരുമ്പോഴും ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്യും. അതിലെല്ലാം ഉപരി എന്നെ വിഷമിപ്പിച്ചത് എൻ്റെ മകനുണ്ടായ ബുദ്ധിമുട്ടാണ്. അവനെ കൂട്ടുകാരി കളിയാക്കുവായിരുന്നു ഇത് പറഞ്ഞ് അവസാനം അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി വന്നു. നല്ലോണം പഠിക്കണ കൊച്ചായിരുന്നു. കൊച്ചി വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോയി, പുറത്തോട്ടിറങ്ങാതെയായി. അങ്ങനത്തെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടൊക്കെ അവനുണ്ടാവും. ഇത് രണ്ടും നിങ്ങൾ കണ്ടില്ലേ? ഈ രണ്ടിലും എന്ത് തെറ്റ് ഇവർ ചെയ്തിട്ടാണ് ഇവർ ഇത്ര അധികം സോഷ്യൽ മീഡിയ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്? ഒരുപാട് അദ്ദേഹത്തിന്റെ മോന്റെ പഠിപ്പിനെ വരെ ബാധിച്ചത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റർമാര് അവർ ചെയ്യുന്ന മുഴുവൻ സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നിങ്ങൾ കമന്റ് ഇടുന്ന ആളുകളാണ്. കമന്റ് ഇടുന്ന ആളുകൾ കമന്റ് ഇടും, മറ്റുള്ളവരെ അതിനെ ലൈക്ക് ചെയ്യും. ഇതൊക്കെ എപ്പോഴും നമ്മൾ സത്യമാണോ, മറ്റുള്ളവർ ചെയ്യുന്ന സത്യമാണോ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? നമ്മൾ ഇൻസ്റ്റാഗ്രാം കോടതി കളിക്കുന്നവരായിരിക്കാം, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരിക്കാം, കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കാം. പക്ഷെ റീച്ചിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ ലൈഫ് വെച്ച് നമ്മൾ കളിക്കരുത്. അപ്പോൾ ശരി, ബൈ.